ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ 5ാമത്തെ അധ്യായമായ നന്മയുടെ വലക്കണ്ണികൾ എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, വിക്കിപീഡിയയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് വിക്കിപീഡിയ? അനേകം പേരുടെ പങ്കാളിത്തത്തോടെയുള്ള വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആർക്കും പ്രാപ്യം, ആർക്കും എഡിറ്റ് ചെയ്ത് മെച്ചപ്പെടുത്താൻ സാധിക്കും. ആർക്കും മെച്ചപ്പെടുത്താം. വിക്കിപീഡിയയിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് അംഗത്വം വേണമെന്നോ ലോഗിൻ ചെയ്യണമെന്നോ നിർബന്ധമില്ല. ആദ്യത്തെ വിക്കിയായ വിക്കി വെബ് സൃഷ്ടിച്ചത് ആരാണ്? ഹു ക്രിയേറ്റഡ് ദി ഫസ്റ്റ് വിക്കി, ദി വിക്കി വെബ്? ആൻസർ വാർഡ് കണ്ണിങ്ഹാം. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാലയ വിജ്ഞാനകോശം ഏതാണ്? വിച്ച് ഈസ് എ സ്കൂൾ നോളജ് ബേസ് ദാറ്റ് ഈസ് ബീയിങ് ക്രിയേറ്റഡ് ആൻഡ് ഗ്രോയിങ് വിത്ത് കൊളാബറേഷൻ ഓഫ് ഓൾ സ്കൂൾസ് ഇൻ കേരള? ആൻസർ സ്കൂൾ വിക്കി. വിക്കിപീഡിയ, സ്കൂൾ വിക്കി എന്നിവ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? What software is used to create Wikipedia and School Wiki? Answer MediaWiki. What is the full form of email? ഇമെയിലിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഇലക്ട്രോണിക് മെയിൽ എന്നതാണ് ഇമെയിലിൻ്റെ പൂർണ്ണരൂപം. ഇമെയിലിൻ്റെ പിതാവ് ആരാണ്? ഹു ഈസ് ദി ഫാദർ ഓഫ് ഇമെയിൽ? ആൻസർ റേ ടോം ലിൻസൺ. ഇമെയിലിൻ്റെ 2 പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദി 2 മെയിൻ പാർട്സ് ഓഫ് ആൻ ഇമെയിൽ? ഒന്ന് യൂസർ നാമവും 2 സേവനദാതാവിൻ്റെ ഡൊമെയ്ൻ നാമവും. യൂസർ നെയിം ആൻഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ഡൊമെയ്ൻ നെയിം. nivedh@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ gmail.com എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഡൊമെയ്ൻ നാമത്തെ. nivedh@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ നിവേദ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ യൂസർ നാമത്തെ. പ്രശസ്തമായ ഇമെയിൽ സേവനദാതാക്കൾ ഏതെല്ലാം? What are the popular email service providers? Answer Yahoo Mail, Disroot Mail. എന്താണ് ക്യാപ്ച? വാട്ട് ഈസ് ക്യാപ്ച? ഉപയോക്താവ് ഒരു മനുഷ്യനാണോ എന്ന് ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്യാപ്ച.
A CAPTCHA is a method used to verify that the user is a human. ക്യാപ്ചയുടെ ലക്ഷ്യം എന്താണ്? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ക്യാപ്ച? കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നതിനെ തടയുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. വ്യാജ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നത് തടയുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. The goal is to prevent the creation of fake accounts using computer programs. വിദ്യാർത്ഥികൾക്ക് വിക്കി എഡിറ്റിംഗ് പരിശീലിക്കാനായി സ്കൂൾ വിക്കിയിൽ തയ്യാറാക്കിയ പേജ് ഏതാണ്? Which page has been created on the school wiki for students to practice wiki editing? ആൻസർ എഴുത്തു കളരി. സോഷ്യൽ മീഡിയ ഏതൊക്കെയാണ്? ലിങ്ക്ഡ്ഇൻ, വാട്സപ്പ്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം എക്സെട്ര. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം എന്തൊക്കെയാണ്? വിഭവ വിനിമയം, ഇ-കൊമേഴ്സ്, നെറ്റ്വർക്കിംഗ്, സാമൂഹിക നീതി, ആശയവിനിമയം, തത്സമയ ആശയവിനിമയം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? വ്യക്തിഗത വിവരങ്ങൾ പങ്കിടുമ്പോൾ ശ്രദ്ധിക്കണം. വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കരുത്. മറ്റുള്ളവരുടെ സ്വകാര്യ വിവരങ്ങൾ പങ്കിടരുത്. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന സൈറ്റുകളിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്നതിന് പാസ്വേഡിന് പുറമെ നൽകുന്ന മറ്റൊരു മാർഗം ഏതാണ്? ആൻസർ 2 ഫാക്ടർ തിരിച്ചറിയൽ പ്രക്രിയ. ലേണിംഗ് റൂമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഓരോ വിഷയത്തിൻ്റെ പേജിലും കാണുന്ന പാഠപുസ്തകങ്ങളുടെ PDF പേജുകൾ, പഠന വിഭവങ്ങൾ, സ്വയം വിലയിരുത്തൽ, പോഡ്കാസ്റ്റ്. ക്രിപ്റ്റോ ഹാക്കിംഗ് അതെന്താണ്? നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ക്രിപ്റ്റോ കറൻസികൾ പോലുള്ള ഡിജിറ്റൽ കറൻസികൾ മോഷ്ടിക്കുന്ന കുറ്റകൃത്യമാണ് ക്രിപ്റ്റോ ഹാക്കിംഗ്. നെക്സ്റ്റ്, ക്യാമറ ഹാക്കിംഗ്. വൈറസായോ മാൽവെയറായോ നുഴഞ്ഞുകയറി ലാപ്ടോപ്പിലോ മൊബൈലോ ക്യാമറ ഉപയോഗിച്ച് നമ്മുടെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ചോർത്തിയെടുക്കുന്ന കുറ്റകൃത്യമാണ് ക്യാമറ ഹാക്കിംഗ്. സൈബർ സ്റ്റാക്കിംഗ്. അടുത്തത് സൈബർ സ്റ്റാക്കിംഗ് ആണ്. സോഷ്യൽ മീഡിയ വഴി നമ്മുടെ വിവരങ്ങൾ ശേഖരിച്ച് ഭീഷണി, ബ്ലാക്ക്മെയിൽ എന്നിവ നടത്തുന്ന സൈബർ കുറ്റകൃത്യമാണ് സൈബർ സ്റ്റാക്കിംഗ്. ഫിഷിംഗ്. അടുത്തത് വ്യാജ ഇമെയിലുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും ലോട്ടറി അടിച്ചു, ജോലി ലഭിച്ചു എന്ന സന്ദേശങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർത്തി തട്ടിപ്പ് നടത്തുന്നവയാണ് ഇതിൻ്റെ ഉദ്ദേശം. IoTയുടെ പൂർണ്ണരൂപം എന്ത്? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? പൊതു വൈഫൈ ഉപയോഗിച്ചുള്ള പണമിടപാട് ഒഴിവാക്കുക. സുരക്ഷിതമായ പാസ്വേഡ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ സിസ്റ്റം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. വ്യക്തിഗത വിവരങ്ങൾ വിശ്വസ്ത ഇടങ്ങളിൽ മാത്രം പ്രയോഗിക്കുക. സംശയകരമായി തോന്നുന്നവ അധികാരികളെ അറിയിക്കുക.
ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് മക്കളെ. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.